നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധവും സമാധാന കരാർ എന്നീ വിഷയങ്ങൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ വാർത്തകളിൽ അമേരിക്കയുടെ നട്ടലായ B-52 ബോംബർ വിമാനങ്ങൾ നിറയുകയാണ്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ബോംബർ വിമാനങ്ങളിലൊന്നായ B-52 വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ, അതായത് കാലിഫോർണിയയിലെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസിൽ നടന്ന ദാരുണമായ ഒരു പരീക്ഷണ പറക്കലിനിടെയാണ് B-52 ബോംബർ വിമാനം തകർന്നടിഞ്ഞ് നിലംപരിശായത്. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ മൊജാവെ മരുഭൂമിയിൽ പതിച്ച വിമാനം പൂർണ്ണമായും തകർന്നു. ഈ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും അപ്പാടെ തൽക്ഷണം തന്നെ മരിച്ചതായാണ് സൈനിക കമാൻഡർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7 പതിറ്റാണ്ടിലേറെ നീണ്ട B-52 ചരിത്രം ഈ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അപകടം എന്ന് പറയുന്നത് അപകടങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലൊരു അപകടം എന്ന് പറയുന്നത് ആദ്യമാണ്. എന്തായാലും ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം അസാധാരണമാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ട്. 1955 സജീവ സേവനത്തിൽ പ്രവേശിച്ച ഈ ഐക്കണിക് വിമാനത്തിന്റെ 744 എയർ ഫ്രെയിമുകളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അപകടങ്ങളിൽപ്പെട്ടത്. വിയറ്റ്നാം യുദ്ധത്തിനിടെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത്. സംഘർഷത്തിന്റെ ഏകദേശം 31 ബോംബർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടതായാണ് ചരിത്രപരമായ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ 17 ശത്രുക്കളുടെ വെടിയേറ്റ് നേരിട്ട് തകർന്നു വീണവയാണ്. എന്തായാലും ശീത യുദ്ധകാലത്ത് B-52 നേരിട്ട അപകടങ്ങൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്പെയിനിലും ഗ്രീൻലാൻഡിലും നടന്ന ചില മാരകമായ പരിശീലന അപകടങ്ങളിലും ആണവായുധങ്ങൾ ഉൾപ്പെട്ടത് പെന്റഗണിന് പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ചിതറിയ സംഭവങ്ങൾക്ക് ശേഷമാണ് വായുവിലൂടെ ആണവ മുന്നറിയിപ്പ് പരിപാടികൾ സൈന്യം അവസാനിപ്പിച്ചത്. 70 വർഷം പഴക്കമുള്ള ഈ വിമാനങ്ങളെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഡിജിറ്റൽ റഡാർ സിസ്റ്റം പരീക്ഷിക്കുന്നതിനിടെയാണ് കാലിഫോർണിയയിൽ ഈ ദുരന്തം സംഭവിച്ചത്. കർശനമായ ആധുനിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സൈന്യത്തിന് ഈ അപകടം വലിയ ഒരു അടിയാണ്. നിലവിൽ ശേഷിക്കുന്ന 76 ബോംബർ വിമാനങ്ങളെ 2050 വരെ സജീവമായി നിലനിർത്താനാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പദ്ധതി. 20ാം നൂറ്റാണ്ടിലെ മാരകമായ വ്യോമയാന അപകടങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു എന്ന് കരുതിയിരുന്നു എങ്കിലും മൊജാവെയിലെ സംഭവം വ്യോമസേനയ്ക്ക് വലിയ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ എത്ര ശക്തമാണ് എങ്കിലും അപ്രതീക്ഷിതമായ ഇത്തരം ദുരന്തങ്ങൾ സൈനിക ചരിത്രത്തിന്റെ വേദനയായി തുടരുന്നു. 2050 വരെ ഈ ബോംബറുകളെ സജീവമാക്കാനുള്ള സൈന്യത്തിന്റെ ലക്ഷ്യത്തിന് ഈ അപകടം വലിയൊരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്.